Hi, hello, this is Amritara from Neethus Academy, and in today's video, we are going to learn some rules to score well in IELTS writing. First point is avoid colloquial words. Colloquial words എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ വാട്സ്ആപ്പ് ചാറ്റ് ലാംഗ്വേജിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കൂളായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന വേർഡ്സ്. എക്സാമ്പിൾസ് തരാം. ലൈക്ക് യു വോണ്ട് ടു ട്രൈ ദാറ്റ്, ഐ എം ഗോണ ലീവ് നൗ എന്നൊക്കെ പറയുമ്പോൾ, സോ വോണ ആൻഡ് ഗോണ എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് കൊളോക്കിയൽ വേർഡ്സ്. അതായത് വോണ എന്ന് പറയുന്നത് വോണ്ട് ടു ട്രൈ ദാറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വോണ എന്നുള്ളത് യൂസ് ചെയ്തിരിക്കുന്നത്. സെയിം ലൈക്ക് ഐ എം ഗോണ ലീവ് നൗ എന്നുള്ളത് ഐ എം ഗോയിങ് ടു ലീവ് എന്നതിന് പകരമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ബൈ യൂസിങ് ദിസ് കൊളോക്കിയൽ ലാംഗ്വേജസ് യു ആർ ആക്ച്വലി ഗിവിങ് എ നെഗറ്റീവ് ഇംപ്രഷൻ. നമുക്ക് അവിടെ നെഗറ്റീവ് ഇംപ്രഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ആക്ച്വലി യൂസ് ഇറ്റ് ആസ് ഗോയിങ് ടു or want to എന്നുള്ളത്. So don't ever use colloquial languages or colloquial words. Okay? Formal language മാത്രം യൂസ് ചെയ്യുക. And be clear about what you express in a sentence, or whatever you write in a sentence, be clear about it. Okay? So don't ever go for colloquial words or informal words. So that was rule number 1. Moving on to rule number 2. Do not use contractions. ഇനി കോൺട്രാക്ഷൻസ് എന്താണ്? കോൺട്രാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യരുത്. അതായത് ദേ ആർ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ദേ ആർ എന്നുള്ളതിന് ദേ എപ്പോസ്ട്രഫി ആർ ഇ എന്ന് എഴുതാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ദേ വുഡ് എന്നുള്ളതിന് ദേ എപ്പോസ്ട്രഫി ഡി എന്ന് കൊടുക്കാറുണ്ട്. ഓർ എൽസ് ഐ വിൽ എന്നതിന് ഐ എപ്പോസ്ട്രഫി ഡബിൾ എൽ. സോ ദീസ് ആർ ഓൾ കോൺട്രാക്ഷൻസ്. നമ്മൾ ആ വേർഡിന് അവിടെ ഷോർട്ട് ഫോം ആക്കിയൊക്കെയാണ്. സോ അങ്ങനത്തെ കോൺട്രാക്ഷൻസ് ഒന്നും IELTS റൈറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യില്ല എന്നല്ല, ഇറ്റ് ഗിവ്സ് എ നെഗറ്റീവ് ഫീൽ. സോ ഈ പറഞ്ഞ ഷോർട്ട് ഫോംസ് ഒന്നും തന്നെ എക്സാമിൽ IELTS റൈറ്റിങ്ങിൽ യൂസ് ചെയ്യരുത്. ഓക്കെ, സോ ബി അവേ ഫ്രം കോൺട്രാക്ഷൻസ്. ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ് വാസ് റൂൾ നമ്പർ 2. റൂൾ നമ്പർ 3, യൂസ് തേർഡ് പേഴ്സൺ. അതായത് സെൻറ്റൻസസ് നമ്മൾ IELTS റൈറ്റിങ്ങിൽ പറയുമ്പോൾ സെൻറ്റൻസസ് എഴുതുമ്പോൾ ഒരിക്കലും ഫസ്റ്റ് പേഴ്സണിൽ എഴുതാതിരിക്കുക. അതായത് ഐ, മീ, മൈൻ, മൈ എന്നുള്ള വേർഡ്സിൽ അല്ലെങ്കിൽ എന്നുള്ള യൂസേജസ് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക. Always go for third person sentences like she, her, he, his, അല്ലെങ്കിൽ he, him, they, their, അല്ലെങ്കിൽ they, them എന്നുള്ള യൂസേജസ്. So always use sentences in third person. Okay, don't ever use first person sentences. So that was rule number 3. So moving on to rule number 4, avoid abbreviations. സോ അബ്രീവിയേഷൻസ്, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കോൺട്രാക്ഷൻസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് യൂസ് ചെയ്യാതെ. സോ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതിന് നമ്മൾ WHO എന്നുള്ള സംഭവം എഴുതാതെ യു ഹാവ് ടു റൈറ്റ് ദ കംപ്ലീറ്റ് വേർഡ്. അബ്രീവിയേഷൻസ് കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യാം. ഷോർട്ട് ഫോംസ് ആയിട്ട് ഒന്നും ആവശ്യമില്ല. സോ ഹിയർ ഇറ്റ്സ് എ ഫോർമൽ അസസ്മെൻറ്റ് സ്പേസ്. ഫോർമൽ അസസ്മെൻറ്റ് സ്പേസ് ആയതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള വാക്കുകൾ തന്നെ എഴുതുക. നിങ്ങളവിടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് ഫോംസ് എഴുതുമ്പോൾ യു ആർ ആക്ച്വലി ലൂസിങ് യുവർ വെയിറ്റേജ് ദേ. Okay, so don't ever go for abbreviations. എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആയിട്ട് തന്നെ എഴുതുക. So that was your rule number 4. So now rule number 5, use passive voice. പാസീവ് വോയിസിൻ്റെ കാര്യം പറയുമ്പോൾ മൊത്തമായിട്ടുള്ള IELTS റൈറ്റിംഗിൽ കംപ്ലീറ്റ്ലി പാസീവ് വോയിസിൽ സെൻറ്റൻസസ് എഴുതണം എന്നുള്ളതല്ല. പക്ഷേ ഇറ്റ് ഷുഡ് ബി ദെയർ, അറ്റ്ലീസ്റ്റ് ഇൻക്ലൂഡ് സം സെൻറ്റൻസസ് ഇൻ പാസീവ് വോയിസ്. പാസീവ് വോയിസിൻ്റെ മെറിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ there the action or object is stressed or emphasized rather than the subject. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ debate competition was conducted by me. So there the action or the object was like debate competition was conducted. So that has been emphasized. So include sentences, at least some sentences in passive voice, because that gives a good impression to the examiners. Okay, so that was your rule number 5. So moving on to the final rule, use complex sentences. അത് IELTS റൈറ്റിങ്ങിൽ നമ്മൾ കോംപ്ലെക്സ് സെൻറ്റൻസുകൾ വേണം കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ. ഓക്കെ, സോ ഞാനൊരു എക്സാമ്പിൾ തരാം. ദോസ് ബുക്സ് ദാറ്റ് ഐ ബോട്ട് were really expensive. അത് സെൻറ്റൻസ് നമ്പർ 1. നെക്സ്റ്റ് സെൻറ്റൻസസ്, those expensive books will be really helpful for me in my future. ഓക്കെ, സോ ഇത് രണ്ടുമാണ് സിമ്പിൾ സെൻറ്റൻസസ്. ഇനി ഈ രണ്ട് സിമ്പിൾ സെൻറ്റൻസസിനെ ഞാൻ ഒറ്റ കോംപ്ലെക്സ് സെൻറ്റൻസ് ആക്കി മാറ്റാൻ പോവാണ് വിത്ത് ദ വേർഡ് however. Okay, now let's see that. Those books that I bought were really expensive, however that will be really helpful for me in my future. So there I have connected those two words with the term however, and now it sounds like a complex sentence. So idana rule number 6, use complex sentences.
So I hope all these 6 rules will be really helpful for your IELTS writing. And for more such informational videos, like, share and subscribe to Neethus Academy.